നാലാം ലോക കേരള സഭയിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയുണ്ടായി. എല്ലാ ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളും ഗൗരവമായി പരിഗണിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഒരു നിർദ്ദേശം നോർക്ക കെയറിനെ കുറിച്ചായിരുന്നു. മറ്റൊന്ന് സമഗ്രമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വേണമെന്നതായിരുന്നു. അതോടൊപ്പം തന്നെ സമഗ്രമായ പുനരധിവാസ പദ്ധതി, പ്രവാസ മിഷൻ രൂപം നൽകണം എന്നും നിർദ്ദേശമായി വരികയുണ്ടായി. ഇതിൽ നോർക്ക കെയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നടപ്പാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് അത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഇത് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. നോർക്ക ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസാണ് ഇതുവഴി ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം നിലവിലുള്ള രോഗങ്ങൾക്കും ആവശ്യമായ ചികിത്സക്കുള്ള പരിരക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സക്കുള്ള പരിരക്ഷയും ഇതിൻ്റെ ഭാഗമായി ലഭിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് പ്രവാസി മിഷനുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിനാണ് ഇതുവഴി ഉദ്ദേശിച്ചത്. പ്രവാസികളുടെ പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ തോതിൽ ഉറപ്പുവരുത്താനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ നോർക്കയുടെ പ്രവർത്തനങ്ങൾക്ക് വികേന്ദ്രീകൃതമായ സ്വഭാവം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ എടുത്താൽ 68,356 പ്രവാസികൾക്ക് 739 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാസി ഡിവിഡൻഡ് പദ്ധതി, പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള
പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് 330 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രവാസികളുടെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നാം ഓഖിൽ എന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് തീർത്തും ഒരു സർക്കാർ കമ്പനി എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത്.